നമസ്കാരം. 4 ഭാഗത്തു നിന്നും സമ്മർദ്ദമുണ്ടായിട്ടും പാർട്ടി അംഗത്വം പുതുക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക തന്നെയാണ് ഇപ്പോഴും മുൻ മന്ത്രിയും മുതിർന്ന CPM നേതാവുമായ ജി സുധാകരൻ. കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ നേരിട്ട് ഫോണിൽ വിളിച്ച് തൻ്റെ ഭാഗം വിശദീകരിച്ചുവെങ്കിലും സുധാകരൻ അതൊന്നും തന്നെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ജി സുധാകരൻ വളരെ വേദനയോടെ പറഞ്ഞൊരു കാര്യം, തന്നെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പരിഹസിച്ച് ചിരിച്ചു എന്നാണ്. എന്നാൽ ഇപ്പോൾ ഗോവിന്ദൻ ആകട്ടെ ജി സുധാകരൻ ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ജി സുധാകരൻ പരിഹസിച്ചല്ല താൻ ചിരിച്ചത്, അവരുടെ ചോദ്യം കേട്ട് താൻ ചിരിച്ചു പോയതാണ് എന്നാണ്. പക്ഷേ ഈ വിശദീകരണങ്ങളൊന്നും തന്നെ സുധാകരൻ സ്വീകരിക്കുന്നില്ല. ഏതായാലും പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കാൻ തന്നെയാണ്, അല്ലെങ്കിൽ പാർട്ടി വിട്ടു നിൽക്കാൻ തന്നെയാണ് ജി സുധാകരൻ്റെ ഏറ്റവും പുതിയ നീക്കം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPM നേതൃത്വം ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്. കാരണം ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം മറ്റ് പല CPM നേതാക്കളെ അപേക്ഷിച്ച് അദ്ദേഹം വളരെ സത്യസന്ധനായ ഒരു നേതാവാണ് എന്ന് പേരുകേട്ട വ്യക്തി തന്നെയാണ്. മാത്രമല്ല ഒരു കാര്യത്തിലും സ്വന്തം താല്പര്യം നോക്കി നിലപാടെടുക്കുന്ന ആളല്ല എന്നും എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഒരുപക്ഷെ സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വരികയും UDF അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വന്നാൽ അത് അമ്പലപ്പുഴ മണ്ഡലത്തിലെന്നല്ല ആലപ്പുഴ ജില്ലയിലാകെ തന്നെ തങ്ങൾക്ക് വലിയ തോതിലുള്ള തിരിച്ചടിയാകും എന്നുള്ള തിരിച്ചറിവ് CPM നേതൃത്വത്തിനുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഒരുപാട് ഒത്തുതീർപ്പ് ശ്രമങ്ങളുമായി ഇപ്പോൾ പാർട്ടി നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത്. ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എല്ലാ വർഷവും പുന്നപ്ര വയലാർ രക്തസാക്ഷി ദിനം ആചരിക്കുമ്പോൾ അതിൻ്റെ പ്രധാന ചുമതലക്കാരനായിരിക്കുന്നത് ജി സുധാകരനായിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണയാകട്ടെ അദ്ദേഹത്തെ പാർട്ടി ക്ഷണിച്ചതുപോലുമില്ല എന്നുള്ളത് വലിയ വാർത്തയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജി സുധാകരൻ ഒറ്റയ്ക്കെത്തി അവിടെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയിട്ട് മടങ്ങിയത്. അതുപോലെ തൻ്റെ വീടിന് തൊട്ടടുത്ത് നടന്ന പാർട്ടി സമ്മേളനങ്ങളിൽ പോലും തന്നെ പങ്കെടുപ്പിച്ചില്ല എന്നുള്ള പരാതിയും ജി സുധാകരനുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇനി പാർട്ടിയിൽ തുടർന്നിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് ജി സുധാകരൻ എത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജി സുധാകരനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പാർട്ടിയിലെ വളരെ മുതിർന്ന നേതാവാണ്. ഏതാണ്ട് 60 വർഷത്തിലധികം നീളുന്ന പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു നേതാവാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പാർട്ടി എല്ലാ കാലത്തും അദ്ദേഹത്തെ മന്ത്രിയാക്കി അതുപോലെ മറ്റ് പല പദവികളിൽ നിയോഗിച്ചു എന്നുള്ളതല്ലാതെ പാർട്ടിക്കുള്ളിൽ ജി സുധാകരൻ്റെ എത്രയോ ജൂനിയർ ആയിരുന്ന ആളുകളൊക്കെ തന്നെ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലുമൊക്കെ എത്തിയപ്പോൾ ജി സുധാകരൻ ഒരിക്കലും കേന്ദ്ര കമ്മിറ്റി അംഗം പോലും ആയിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അതൊക്കെ തന്നെയാണെങ്കിൽ ഒരുപക്ഷെ ജി സുധാകരനെ ഏറെ വേദനിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജി ഭുവനേശ്വരൻ SFIയുടെ നേതാവായിരിക്കും പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയായ വ്യക്തിയാണ്. അതുപോലെ ജി സുധാകരൻ മന്ത്രിയായിരുന്ന 2 ഘട്ടങ്ങളിലും VS മന്ത്രിസഭയിലാണെങ്കിലും പിണറായി മന്ത്രിസഭയിലാണെങ്കിലും ഒക്കെ തന്നെ പ്രഗത്ഭനായ മന്ത്രി എന്ന് പേരെടുത്ത ആളാണ്. അഴിമതിയും കെടുകാര്യസ്ഥയൊക്കെ തന്നെ തൻ്റെ വകുപ്പിൽ നിന്ന് നീക്കം ചെയ്തതിന് വേണ്ടി വളരെ കർശന നിലപാട് സ്വീകരിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു. അക്കാര്യത്തിൽ CPM യൂണിയനുകളുടെയൊക്കെ തന്നെ അഭിപ്രായം പോലും പരിഗണിക്കാതെ നേരെ പോയ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് വേണ്ടിയൊക്കെ തന്നെ അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന കാലത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനും വേണ്ടുന്ന അംഗീകാരമൊന്നും തൻ്റെ പാർട്ടിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നാണ് സുധാകരൻ പറയുന്നത്. അതൊരു പരിധിവരെ സത്യവുമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരന് പാർട്ടി സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുകയായിരുന്നു. ഇക്കുറി താൻ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് പാർട്ടി നേതൃത്വം തന്നെ സുധാകരൻ അറിയിച്ചിരുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയെ തന്നെ അദ്ദേഹം അറിയിച്ചിരുന്നു. എന്നിട്ട് പോലും അത് കണ്ടഭാവം പോലും കാണിക്കാതെ വീണ്ടും H സലാം എന്ന നിലവിലെ അവിടുത്തെ MLA തന്നെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനവുമായി പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ ഇത് തന്നെ അവമാനിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ജി സുധാകരൻ കരുതുന്നത്. അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 70 വയസ്സ് കഴിഞ്ഞാൽ ഈ പഴയ മാടുകളെ അറവന് കൊടുക്കുന്നത് പോലെ പിന്നെ അവരെ വീട്ടിലെത്തുന്ന രീതി ശരിയല്ല എന്നും, അറിവുള്ളിടത്തോളം കാലം ഏത് കമ്മ്യൂണിസ്റ്റുകാരനും രാഷ്ട്രീയത്തെ പ്രവർത്തിക്കാമെന്നും സ്ഥാനമാനങ്ങൾ വഹിക്കാമെന്നൊക്കെ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. മാത്രവുമല്ല പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ജി സുധാകരനേക്കാളും പ്രായമുള്ള നേതാക്കൾക്ക് അവർ ഒരുപാട് തവണ മത്സരിച്ച് വിജയിച്ച് MLAയും മന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് മാത്രമേ ഇളവ് നൽകുകയും തന്നെ പോലെയുള്ള ജനകീയരായ ജനസ്വാധീനമുള്ള ജനങ്ങൾക്കിടയിൽ ഏറെ നല്ല മതിപ്പുള്ള ആളുകളെയൊക്കെ തന്നെ ഒഴിവാക്കുകയും ചെയ്യുന്ന നടപടിയോടാണ് ജി സുധാകരൻ വിയോജിച്ചിരിക്കുന്നത്. ഏതായാലും വീണ്ടും ഒരുപക്ഷെ പാർട്ടി നേതൃത്വം അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ചർച്ച നടത്തി ഇക്കാര്യത്തിൻ്റെ ഒരു പരിഹാരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതല്ല സുധാകരൻ രണ്ടും കൽപ്പിച്ച് പാർട്ടി വിടുകയും സ്വതന്ത്രമായി മത്സരിച്ച് UDF അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് വലിയ തോതിലുള്ള തിരിച്ചടിയാകുമെന്ന് പാർട്ടി മനസ്സിലാക്കുന്നുണ്ട്. സുധാകരനെക്കുറിച്ച് എപ്പോഴും ഈ പുച്ഛത്തോടെ മാത്രം പ്രതികരിച്ചിരുന്ന ജില്ലയിലെ പല നേതാക്കന്മാരൊക്കെ തന്നെ ഇപ്പോൾ ആ നിലപാടും മാറ്റിപ്പിടിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ഇതിൻ്റെ വ്യക്തമായ സൂചനയായി മാറുകയാണ്. ഏതായാലും ഒരു ചിരി ഏതെല്ലാം രീതിയിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ, പണ്ടത്തെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെല്ലാം അവരുടെ ചിരിക്ക് പ്രസിദ്ധരായിരുന്നു. എല്ലാവരും ചിരിക്കുന്ന ചിത്രങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ പിൽക്കാലത്തായപ്പോൾ ചിരിക്കുന്ന നേതാക്കന്മാരുടെ എണ്ണം CPMൽ കുറയുകയും എല്ലാവരും ബലം പിടിച്ച് നിൽക്കുന്ന നേതാവ് എന്ന ഒരു തെറ്റിദ്ധാരണയിലേക്ക് എത്തുകയും ചെയ്തൊരു കാലഘട്ടത്തിലാണ് തന്നെക്കുറിച്ച് ചോദിച്ചപ്പോൾ പുച്ഛത്തോടെ ചിരിച്ച പാർട്ടി സെക്രട്ടറിയുടെ നിലപാടിനെ തന്നെ പരസ്യമായി ചോദ്യം ചെയ്തുകൊണ്ട് ജി സുധാകരൻ രംഗത്തെത്തിയത്. ഏതായാലും
ഈ 1-2 ദിവസങ്ങളിലൊക്കെ തന്നെ ജി സുധാകരൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് ഏറെ ആകാംക്ഷയോടെയും ഉത്കണ്ഠയോടെയും നോക്കിയിരിക്കുകയാണ് CPM നേതൃത്വം.